ജനാധിപത്യ മുന്നണിക്ക് പിന്നിൽ അണിനിരക്കണമെന്നും വരാൻ പോകുന്ന 2 ദിവസത്തിനപ്പുറം നടക്കുവാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടേണ്ടത് സഖാവ് കെ ജയചന്ദ്രനാണ്. 15 വർഷക്കാലം ഈ മണ്ഡലത്തിന്റെ MLA ആയിരുന്നു. MLA ആയിരിക്കുമ്പോൾ ഒന്ന് മറന്നുകൂടാ, ഇവിടെ ഒരു കോൺഗ്രസിന്റെ നേതാവ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയാണ്, 15 വർഷം MLA ആയിരിക്കുമ്പോ എന്താണ് സഖാവ് കെ ജയചന്ദ്രൻ ചെയ്തത് എന്ന്. ആ കോൺഗ്രസിന്റെ നേതാവ് എന്നും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി, എന്നും അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള വഴി, ആ വഴി ടാർ ചെയ്തത് ചരിത്രത്തിൽ ആദ്യമായി ആ വഴിയിൽ ടാറുണ്ടായത് സഖാവ് കെ ജയചന്ദ്രൻ ഉടുമ്പൻചോലയുടെ MLA ആയിരിക്കുമ്പോഴാണ്. ഇവിടുന്ന് ദേവഗിരിക്ക് പോകുന്ന വഴി. അങ്ങനെ ഈ ഉടുമ്പൻചോല മണ്ഡലത്തിൽ ഗ്രാമപ്രദേശങ്ങളിലടക്കം എത്രയോ റോഡുകൾ ആദ്യമായി കുണ്ടും കുഴിയും മാത്രമുണ്ടായിരുന്ന ടാറില്ലാത്ത റോഡുകൾ ഉണ്ടായിരുന്ന ഉടുമ്പൻചോല മണ്ഡലത്തെ ടാറുള്ള റോഡുകളാക്കി മാറ്റിയത്, വൈദ്യുതി എത്തിച്ചത്, പല ഉൾപ്രദേശങ്ങളിലും വൈദ്യുതി ഇല്ലാതെ പല ഉൾപ്രദേശങ്ങളും ഉണ്ടായിരിക്കുമ്പോൾ ആ പ്രദേശങ്ങളിൽ വൈദ്യുതി എത്തിയത് നമുക്കറിയാം. പ്രചരണത്തിന്റെ ഭാഗമായി, സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ഭാഗമായി ഇവിടെ പത്തനംതിട്ടയിലേക്ക് സ്ഥാനാർത്ഥി എത്തുമ്പോൾ ആ പത്തനംതിട്ടയിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം നിന്ന് സഖാവ് കെ ജയചന്ദ്രനെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായി വൈദ്യുതി എത്തിച്ചത് സഖാവ് കെ ജയചന്ദ്രനോട് ഉടുമ്പൻചോലയുടെ MLA ആയിരിക്കുമ്പോഴാണ്. ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായി റോഡുണ്ടായത് സഖാവ് കെ ജയചന്ദ്രനോട് ഉടുമ്പൻചോല MLA ആയിരിക്കുമ്പോഴാണ്. ഇതാണ് ഈ നാടിന്റെ അനുഭവം. നമ്മുടെ നാടിൽ ഉടുമ്പൻചോല മണ്ഡലത്തിൽ വികസനത്തിന്റെ അടിത്തറവാകിയ അടിസ്ഥാന ശിലവാകിയ ആളാണ് സഖാവ് കെ ജയചന്ദ്രൻ. 15 വർഷം MLA ആയിരുന്നല്ലോ. ഈ MLA ആയിരിക്കുന്ന കാലഘട്ടത്തിൽ എവിടെയെങ്കിലും ഒരാളോട് ഏതെങ്കിലും തരത്തിൽ തെറ്റായ രൂപത്തിൽ ഇടപെട്ടതിന്റെ അഭിപ്രായം കോൺഗ്രസിന് പറയാനുണ്ടോ? എവിടെയെങ്കിലും ഈ നാട്ടിൽ ഏതെങ്കിലും എത്രയോ വികസന പ്രവർത്തനങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടന്നപ്പോ ഏതെങ്കിലും വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി അനുമതി നടത്തിയ അനുഭവം സഖാവ് കെ ജയചന്ദ്രനെ പറ്റി നിങ്ങൾക്കുണ്ടോ? ഇപ്പോൾ ചിലർ പറയുകയാണ് അഡ്വക്കറ്റ് വരണം എന്നാണ് പറയുന്നത്, അഡ്വക്കറ്റായ ആൾ തെരഞ്ഞെടുക്കപ്പെടണം എന്നാണ് പറയുന്നത്. അഡ്വക്കറ്റായ ആൾ തെരഞ്ഞെടുക്കപ്പെട്ടാൽ നാടിന്റെ വികസനം നടക്കില്ല. ഇവിടെ മുമ്പ് പലരും അഡ്വക്കറ്റുമാരായിരുന്നു. ഈ ഉടുമ്പൻചോല മണ്ഡലത്തിന്റെ UDF-ന്റെ ഭാഗമായിരുന്നവർ പലരും അഡ്വക്കറ്റുമാരായിരുന്നു, ഉന്നത വിദ്യാഭ്യാസമുള്ളവരായിരുന്നു. പക്ഷേ അവരാരും ഈ നാടിനെ ചേർത്ത് പിടിച്ചവരല്ല, ഈ നാടിന് വേണ്ടി ചെറുവിര ഇറക്കിയവരല്ല. പക്ഷേ സംഘം സഖാവ് M മണി മുടക്കമുള്ളവർ ഈ നാട്ടിലെ, ഈ ഉടുമ്പൻചോല മണ്ഡലത്തിലെ, ഇടുക്കി ജില്ലയിലെ തൊഴിലാളികളെ, കർഷകരെ ചേർത്ത് പിടിക്കുവാൻ, അവരുടെ ജീവിതം സംരക്ഷിക്കുവാൻ, അവരുടെ അവകാശ സംരക്ഷണ പോരാട്ടത്തിൽ മുൻനിരയിൽ നിന്ന് അനുഭവ സമ്പത്തുമായിട്ടാണ് ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. മത്സരിച്ച് വിജയിച്ചതിനു ശേഷം ഈ നാടിനോടൊപ്പം ചേർന്ന് നിന്ന് ഈ നാടിന് വേണ്ടി പ്രവർത്തിച്ച് ഈ ഉടുമ്പൻചോല സ്ഥാനത്തെ ഏറ്റവും മികച്ച മണ്ഡലങ്ങളിൽ നിന്നാക്കി മാറ്റുവാൻ വലിയ പരിശ്രമം നടത്തിയവരാണ് അവർ. അതുകൊണ്ട് ഇനിയും ഈ വികസനം തുടരണം. ഈ വികസനം തുടരുമ്പോ മെയ് മാസം 4-ാം തീയതി കേരളത്തിന്റെ നിയമസഭയിലേക്ക് 3ാമത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് തെരഞ്ഞെടുക്കപ്പെട്ടു വരുമ്പോ ആ ഗവൺമെന്റിൽ വളരെ 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 പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം നിർവഹിക്കുവാൻ ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ നിന്നും സഖാവ് കെ ജയചന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെടണം. അതിനായി സഖാവ് കെ ജയചന്ദ്രനെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റികാരിവാൾ നക്ഷത്ര മലയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും വിനയപരിശ്രമം പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. നന്ദി.
KK ജഗതന് ഞങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം വിജയിപ്പിക്കുവാൻ സ്നേഹത്തിന്റെ ഭാഷയിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. പെറ്റുവീണ മണ്ണിലിവിടെ മുട്ടുയർത്തി നിൽക്കുവാൻ എത്ര ചോര ചിന്തി പൊന്നു സുപ്രഭാതമേ ചോരയെങ്കി ചോര കൊണ്ട് മോചനം രചിക്കുവാൻ ഒരു സഖാക്കളെ കാലം വിളിക്കുന്നു. ഉടുമ്പൻചോല നിയോജകമണ്ഡലത്തിൽ നിന്നും ജനവിധി വരുന്ന ഈ നാടിന്റെ പ്രിയപ്പെട്ടവൻ, ഈ നാടിന്റെ ജനനായകൻ, നമ്മളിൽ ഒരുവൻ, നമ്മളെ അറിയുന്ന സഖാവ് KK ജഗതന് ഞങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ രേഖപ്പെടുത്തി സഖാവ് KK ജഗതനെ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുവാൻ വളരെ വീരമായി അഭ്യർത്ഥിക്കുന്നു. ഇടതുപക്ഷ സ്ഥാനാർത്ഥി നിയോജകമണ്ഡലത്തിൽ ജനവിധി വരുന്ന ഈ നാടിന്റെ പ്രിയപുത്രൻ സഖാവ് KK ജയചന്ദ്രനെയും ചുറ്റികേറുവാൻ നക്ഷത്രമടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ അണിനിരക്കുന്ന വോട്ട് ഇതാ ഈ നിങ്ങളുടെ സേവന അവകാശം രേഖപ്പെടുത്തി വൻ വിജയത്തിലേക്ക് കൈപിടിച്ചു വെക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഈ നാട്ടിലെ ഒട്ടന്മാരെ നേരിൽ കാണുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഈ മണ്ഡലത്തിന് തൊട്ടുമില്ലാതെ കടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം ഈ കേരളത്തിന്റെ ഒട്ടിൽ നടപ്പാക്കിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ക്ഷേമ പെൻഷനും ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തിയ ആളുകളെ ചേർത്ത് വെച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്കൂളുകളെ ഹൈടെക്കാക്കി മാറ്റിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സഖാക്കളുടെ നെടുകെട്ട് പ്രചരണമാണ് നടത്തിവന്നത്. ഇപ്പോൾ കേരളത്തിന്റെ നിയമസഭയിലേക്ക് പറഞ്ഞയക്കണമേ എന്ന് വളരെ വിനയ പരിശ്രമം അഭ്യർത്ഥിക്കുകയാണ്.
ഉടുമ്പൻചോലയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന കർമ്മനിരതനായ സാരഥി സഖാവ് KK ജയചന്ദ്രനെ ഒരുപാട് ചുറ്റിക നക്ഷത്രമലയാളത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ കാലഘട്ടത്തിലാണ്. നമ്മുടെ സ്കൂളുകൾ സ്മാർട്ടായത് ഇടതുപക്ഷത്തിന്റെ കാലഘട്ടത്തിലാണ്. നമ്മുടെ ഗവൺമെന്റ് ഓഫീസുകൾ സ്മാർട്ടായത് ഇടതുപക്ഷത്തിന്റെ കാലഘട്ടത്തിലാണ്. ഈ സ്മാർട്ടായ കേരളത്തിലൂടെയാണ് നമ്മളെല്ലാവരും സഞ്ചരിക്കുന്നവരെ നിങ്ങളുടെ സംവിധാനം